അത് അൻവർ ഉന്നയിച്ച ആശയമാണ് UDF ഏറ്റെടുക്കുന്നത്. നല്ല ശരി, UDF കാലങ്ങളായി പറയുന്ന ആശയങ്ങൾ ശരിയാണ് എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അൻവർ സമ്മതിക്കുകയാണ് ചെയ്തത്. UDF ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ അതിന്റെ കെടുകാര്യസ്ഥതയും ഭരണ നെറികേടുകളും ക്രമസമാധാന തകർച്ചയും പോലീസിനെ നിർവീര്യമാക്കുന്നതും സംഘപരിവാറിന് പോലീസിനെ അടിമവേല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ UDF നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അൻവർ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ കിടന്നവർക്ക് രാപ്പനി അറിയാം എന്ന് പറയുന്ന പോലെ കൂടെ കിടന്ന അൻവറിന് ഇത് കൂടുതൽ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞ് പുറത്തു വന്നപ്പോൾ UDFന്റെ അഭിപ്രായമായി അൻവറിന്റെ അഭിപ്രായം. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടായി. ആ ഗവൺമെന്റിനെ തകർത്തണം, ആ ഗവൺമെന്റ് ഇല്ലാതാക്കണം, അധികാരത്തിൽ നിന്ന് കളയണം എന്നതാണ് അൻവറിന്റെ ആഗ്രഹമെങ്കിൽ UDFനോടൊപ്പം നിൽക്കുകയല്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ് എന്താ? അൻവറിന് LDFനെ തോൽപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ വോട്ട് ഭിന്നിപ്പിക്കുന്നത്, വോട്ടിന്റെ ഉപകാരം ഇല്ലാതാക്കുന്നത് സത്യത്തിൽ അൻവറാണ്. അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ, അൻവറിന് അത്തരം LDFന്റെ പിണറായിസത്തോട് എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ ഇവിടെ പരാജയപ്പെടുത്താൻ പറ്റിയ അവസരമായിരുന്നു UDFന് വോട്ട് ചെയ്യുക എന്നത്. അത് ഉപയോഗപ്പെടുത്തുന്നതിൽ എന്തുകൊണ്ടോ അൻവറിന് സാധ്യമായില്ല.